ഈ കഴിഞ്ഞ ദിവസമാണ് സുഹാന ബഷീർ ഒരു ബ്ലോഗ് ചെയ്തതിനെ ചുറ്റിപ്പറ്റി നമ്മളും ഒരു റിയാക്ടിങ് വീഡിയോ ചെയ്തിരുന്നു. അതിനെല്ലാം എക്സ്പ്ലനേഷൻ വീഡിയോവുമായിട്ട് നമ്മുടെ ബഷീർ എത്തിയിട്ടുണ്ട്. നമുക്കതിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ധാർഷ്ട്യത്തിൻ്റെ ഒരു മുഖമാണ് നമ്മുടെ മഷൂറ ബഷി. തീർച്ചയായിട്ടും സുഹാന ബഷി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വീഡിയോ തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. ആ ഒരു കാര്യത്തിൽ സുഹാനയുടെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഏക അഭിപ്രായം തന്നെയാണ് ഉള്ളത്. തീർച്ചയായിട്ടും അന്നത്തെ ഓരോ പരിപാടികളിലും വളരെ ലേഗ് ഔട്ടായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് സുഹാന ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാവുന്ന എല്ലാവർക്കും എന്താണ് കാര്യമെന്ന് പിടികിട്ടിയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളെ ഫാമിലി എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കണമെന്നോ വിചാരിച്ചല്ല ഞങ്ങൾ ആ വീഡിയോ ഒന്നും റിയാക്ട് ചെയ്തത്. കാരണം നിങ്ങളൊക്കെ ഒരു പബ്ലിക് ഫിഗറാണ്. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. കാരണം നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അതറിയാനുള്ള താല്പര്യവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. പക്ഷേ മഷൂറ ബഷി കുറച്ചുകൂടി അങ്ങോട്ട് മോഡേണായ കുറച്ചുകൂടി അങ്ങോട്ട് ഗൗരവകരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വാട്ട് ദ ഹെൽ ആർ യു ടോക്കിംഗ് ലൈക്ക് ദിസ് എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മഷൂറ ബഷി എത്തിയിട്ടുണ്ട്. നമുക്ക് മഷൂറയുടെ വാക്കോട് കൂടി ഈ വീഡിയോ തുടങ്ങാം. ഇപ്പൊ പോയത് ഒരു ബിസിനസ് ട്രിപ്പ് ആയിട്ടാണ്. അല്ല, ഓക്കെ, ഞാൻ പറയട്ടെ, ബിസിനസ് ട്രിപ്പ് ആയിട്ടാണ് പോയത്. ലിവ് ദാറ്റ്. ബിസിനസ് ട്രിപ്പ് അല്ല, വെറുതെ പോയെന്ന് വിചാരിക്കും. ഹൂ ദ ഹെൽ ആർ യു ഗൈസ് ടു ആസ്ക് ദാറ്റ്? നിങ്ങൾ ആരാ നമ്മുടെ അടുത്ത് അത് ചോദിക്കാൻ? എന്റെ സിസ്റ്ററിന് പ്രോബ്ലം ഇല്ല, എന്റെ പിള്ളേർക്ക് പ്രോബ്ലം ഇല്ല, എനിക്ക് പ്രോബ്ലം ഇല്ല, പിന്നെ നിങ്ങളാരാ? നിങ്ങളുടെ കാര്യം നോക്കി ബ്രോ. വെറുതെ നമ്മുടെ പിറകെ വന്നിട്ട് എന്തിനാ ബ്രോ സിസ്റ്റേഴ്സ്? നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യും, നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങൾ ആരും അല്ല അത് ചോദിക്കാൻ. അപ്പോൾ ബഷീർ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ഈ ചോദ്യം ചോദിക്കുന്നത് ബഷീർ ബഷി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ആ കുടുംബത്തിന്റെ നാഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ചോദിക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. പക്ഷെ മഷൂറ ബഷി ഇടയിൽ കയറിക്കൊണ്ട് വലിയൊരാളായിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട്? ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ചെയ്യും, ഞങ്ങൾ ബിസിനസ് ട്രിപ്പ് ഒന്നും അല്ല പോയത് എങ്കിലും നിങ്ങൾക്ക് എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ കാര്യമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി വന്നത് എന്നുള്ളത്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫും നിങ്ങളുടെ ജീവിതവും എല്ലാം സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇടുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും അത് നിങ്ങൾ അറിയണമെന്ന് വാശി പിടിക്കുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അത് റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതും. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഞങ്ങൾക്കൊരു കാര്യവുമില്ല. നിങ്ങൾക്ക് ഹോങ്കോങ്ങിൽ പോവുകയോ ടൂർ പോവുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം, അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കണ്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ അതിനെ റിയാക്ട് ചെയ്യും, അത് ഞങ്ങളുടെ സൗകര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്തോ, അത് നിങ്ങൾ പേഴ്സണൽ കാര്യം. പക്ഷേ സോഷ്യൽ മീഡിയ ആയ പബ്ലിക് പ്ലാറ്റ്ഫോമായ യൂട്യൂബ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ കൊണ്ടുവച്ച് നിങ്ങളത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സുഹാനയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ വീഡിയോ കണ്ട സമയത്താണ് ഞങ്ങൾ അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. അല്ലാതെ സുഹാനയെ വിളിച്ച് ഫോണിൽ എന്താണ് സുഖമല്ലേ, നിങ്ങൾ ഹോങ്കോങ്ങിൽ പോയതുകൊണ്ട് അവർക്ക് വിഷമം ഉണ്ടാവുന്നതെന്ന് ചോദിച്ച് ആരും വീഡിയോ ചെയ്തതായിട്ട് നമുക്ക് യാതൊരു പരിചയവുമില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അത് റിയാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ തന്നെയാണ് സോഷ്യൽ മീഡിയക്ക് കുറച്ചുകൂടി നിങ്ങളോട് തന്നെയാണ് എതിരഭിപ്രായം. നിങ്ങളുടെ സംസാരവും നിങ്ങളുടെ സംസാര ഭാഷയും എല്ലാം ബഷീറിനെ ഇരുത്തിക്കൊണ്ട് നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന ഈ രീതി തന്നെ വളരെ മോശകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ബഷീർ ബഷിക്ക് ഈ കാര്യങ്ങൾ വളരെ പക്വതയോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ബഷീർ ബഷി പറയുന്നത് ഞാൻ വലിയ മോഹൻലാൽ മമ്മൂട്ടിക്ക് വരെ ഹേറ്റേഴ്സ് ഉണ്ട്, അതിനപ്പുറമാണോ ഞാൻ വലിയൊരു സംഭവമായി പോയി എന്ന രീതിയിലാണ് ബഷീർ ബഷി പറയുന്നത്. നമുക്ക് ബഷീർ ബഷിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. പറയണെന്താ ഇത്? ബഷീർ ബഷി ഒരു ഭാര്യ ഇരിക്കെ വേറൊരു പെണ്ണ് കെട്ടി, ആ പെണ്ണ് തീരെ നിവൃത്തിയില്ലാണ്ട് ഇതെല്ലാം സമ്മതിച്ചു, പെണ്ണ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു. ഇങ്ങനെ അതാണ് പറയണ. ഇത് വീണ്ടും ഇവര് പറഞ്ഞോണ്ടിരിക്കണൊക്കെ തന്നെയല്ലേ ഇത്ര വലിയ സംഭവമായി പോയാ? അതാണ് ഞാൻ നമ്മൾക്ക് ഇത്ര വലിയ സംഭവമാണെന്ന് അറിയണത്. അതായത് ഇവിടെ എവിടെ നിന്നാണ് ഇപ്പൊ തുടക്കം കുറിച്ചതെന്നറിയോ? മഷൂറായും ബഷീർ ബഷിയും ബാങ്കോക്ക് പോയി. സുഹാനയും പിള്ളേരെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് മഷൂറായും ബഷീറും കൂടെ ബാങ്കോക്ക് പോയി. ഞാനിപ്പോ 2 കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണവരാണെങ്കിൽ പോലും ഈ നാട്ടുകാരുടെ അടുത്ത് മൊത്തം വിശേഷങ്ങള് ഇത് കംപ്ലീറ്റ് നമ്മൾ എന്തിനു പോയി, എവിടെ പോയി, എന്താ വിഷയം എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെ ആൾക്കാരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയണത് അതൊരിക്കലും പോസിബിൾ അല്ല. മനസ്സിലായി? ഇപ്പൊ എനിക്കും എന്റെ ഫാമിലിക്കും മാത്രമല്ല ഹേറ്റേഴ്സ് ഉള്ളത്, മമ്മൂട്ടിക്കും മോഹൻലാലിനും വരെ ഹേറ്റേഴ്സ് ഉണ്ട്. നമ്മളെല്ലാരും ആരാധിക്കുന്ന ഓരോരോ ദൈവങ്ങൾക്ക് വരെ ഹേറ്റേഴ്സ് ഉണ്ട്. ആ 2 കല്യാണം കഴിച്ച് ഞാൻ തീരുമാനിക്കും. ഞാൻ ബാങ്കോക്ക് പോകണമെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ ആരെ കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം.
അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർക്ക് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി അങ്ങനെ അല്ല. ഇങ്ങനെ ഞാനിപ്പോ സുഹാനനെ കൊണ്ടുപോവുകയാണ് ടൂറിന്, ഞാൻ പറയണോ, ഞാൻ പോളിംഗ് ഇടണോ, പോളിംഗ് നടത്തണോ, ഞാൻ ആരെ കൊണ്ടോണോ ഇന്ന സ്ഥലത്ത് പോടാ. അപ്പോൾ ബഷീർ ബഷി ആരോ ഒക്കെ ആയിപ്പോയി എന്നൊരു തോന്നൽ ബഷീർ ബഷിക്ക് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ബഷീർ ബഷി പറയുന്നുണ്ട് ഇവിടെ ചില ദൈവങ്ങൾക്ക് പോലും ഹേറ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഹേറ്റേഴ്സ് ഉണ്ട്. മമ്മൂട്ടിയോടും മോഹൻലാലിനോടുമാണ് ബഷീർ ബഷി തന്നെ ഉപമിക്കുന്നത് എന്നുള്ളതാണ്. അവരാരും രണ്ട് പെണ്ണും കെട്ടിയിട്ട് ബഷീർ ബഷിയെ പോലെ ജീവിക്കുന്ന ആൾക്കാരല്ല. അവരൊക്കെ ഫാമിലിക്ക് തങ്ങളെക്കാൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് ജീവിക്കുന്ന മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിച്ചിട്ട് വേണം നിങ്ങളോട് താരതമ്യം ചെയ്യാൻ. പക്ഷേ അതിലൊന്നും ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. ഞങ്ങൾ റിയാക്ട് ചെയ്ത കാര്യങ്ങൾ പോയിന്റ് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ തങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഞങ്ങൾ കയറി ഒത്തി നോക്കുന്നതേയില്ല. പിന്നെ ഒരു കാര്യം കൂടി ബഷീർ ബഷി പറയുന്നുണ്ട്, ഞാൻ ഹോങ്കോങ്ങിലോ എവിടെങ്കിലും ടൂർ പോകുന്ന കാര്യങ്ങൾ ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു വോട്ടിംഗ് നടത്തിയിട്ട് സോഷ്യൽ മീഡിയ അഭിപ്രായം തേടിയതിന് ശേഷം പോകണമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. താങ്കൾക്ക് സൗകര്യമുള്ളത് താങ്കൾക്ക് പോകാം. അതിനെയൊന്നും ഞങ്ങൾ എതിർത്തില്ല. പക്ഷേ മഷൂറ ബഷി അവിടെ ഹോങ്കോങ്ങിൽ വെച്ച് റിവീൽ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ജനങ്ങൾ എന്ന് പറയുന്നത്. അവരുടെ മുന്നിലേക്കാണ് ഞാൻ എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ നെയിം വരെ അവിടെ നിന്നാണ് നിങ്ങൾ പുറത്തുവിടുന്നത്. ആ സമയത്ത് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പേഴ്സണൽ പാർട്ടായ സുഹാന എന്ന് പറയുന്ന കഥാപാത്രത്തെ നിങ്ങൾ ഒഴിവാക്കി? അത് ഞങ്ങൾക്ക് ചോദിക്കാം. അതിലെന്താണ് തടസ്സം? ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്. ആ സമയത്ത് എന്തുകൊണ്ട് അവരെയും കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയില്ല എന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ വീഡിയോയിൽ ഞാനതേ ചോദിച്ചിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി സുഹാനയുടെ സാന്നിധ്യത്തിലായിരുന്നു നിങ്ങൾ അത് റിവീൽ ചെയ്യേണ്ടിയിരുന്നത്. ആ പേരെങ്കിലും അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെയും മക്കളുടെയും സാന്നിധ്യത്തിൽ അത് നിങ്ങൾ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അല്ലാതെ നിങ്ങൾ പേഴ്സണലായിട്ട് ബിസിനസ് ചെയ്യുന്നതിനെയോ നിങ്ങൾ പേഴ്സണൽ ലൈഫ് 2 പെണ്ണോ ഇനി 3 പെണ്ണോ ഇനി 4 പെണ്ണോ നിങ്ങൾക്ക് കെട്ടാം. ചിലവിന് കൊടുക്കുന്നത് ഞങ്ങളല്ല, നിങ്ങളാണ്. നിങ്ങളുടെ സൗകര്യം. പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇപ്പോഴും പറയുകയാണ്, നിങ്ങളെ ഭാര്യമാരും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫെയിമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി തീർച്ചയായിട്ടും മനുഷ്യന്മാർക്കുണ്ടാകും. അത് തന്നെയാണ് എടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യമെന്ന് പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് എല്ലാം ബഷീർ ബഷി പറഞ്ഞതുപോലെ വളരെ കൃത്യം അതേപോലെ തന്നെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ വീഡിയോക്ക് മുന്നിലേക്ക് പറയാൻ വേണ്ടി നമ്മുടെ നിർബന്ധിതമായത് തന്നെയാണ്. കാരണം കേട്ടാൽ നമുക്ക് മനസ്സിലാവും. സുഹാന ഈ കഴിഞ്ഞ വീഡിയോയിൽ സുഹാനയുടെ മുഖവും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി മക്കളുടെ മുഖം എന്ന് പറഞ്ഞാൽ വെയിലത്ത് സുഹാന പറയുകയാണ് തൻ്റെ മക്കളുടെ മുഖം കരിഞ്ഞിരിക്കുകയാണ് വെയിൽ കൊണ്ടിട്ട്. ആ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തന്നെ പെരും മഴയാണ് പുറത്ത്. അത്രയും മഴയത്ത് ആ കുട്ടികളുടെ മുഖം ആ വീഡിയോയിൽ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. അത്രയ്ക്ക് സങ്കടം തളം കെട്ടി നിൽക്കുന്ന മനസ്സുമായിട്ടാണ് കഴിഞ്ഞ സുഹാനയുടെ വീഡിയോയിൽ 2 മക്കളും അതുപോലെ തന്നെ സുഹാനയും കാണപ്പെട്ടത് എന്നതിൽ 100% ഒരു തർക്കവുമില്ലാത്ത കാര്യം തന്നെയാണ്. അത്രയ്ക്കും നല്ല ഫീലിംഗ് തീർച്ചയായിട്ടും ആ പത്നി ഉൾക്കൊണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ തന്നെയാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ജീവിതത്തിൽ സുഹാന മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സുഹാനയുടെ ഞങ്ങൾക്ക് യാതൊരു വ്യക്തിഗത അഭിപ്രായവുമില്ല. പക്ഷെ സുഹാന പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അതാ പറഞ്ഞ ഒരുപാട് പേർക്ക് ഞാൻ നല്ലൊരു വ്യൂസ് ആയിട്ടുണ്ട്. നല്ലൊരു വ്യൂസ് തമ്മില് ഞാൻ വിഷമിച്ച് ഇങ്ങനെയൊക്കെ നിക്കണത് മര്യാദക്ക് എടുത്തിട്ടൂടെ തമ്മിലൊക്കെ ഇടുമ്പോഴത്തേക്ക്. ശരി, എനിക്കാണെങ്കിൽ ഒരു പോയിന്റ് കിട്ടണമില്ല പറയാൻ. ഇതിപ്പോ അല്ല, ഇത് കാണുമ്പോ എല്ലാരും പറയും സുഹാനനെ ഒരുക്കി പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ വെറുതെ ഒരു വീഡിയോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ വിചാരിക്കണം, ഞാൻ ഇത്രയും പറയാലോ, എന്റെ ഹാപ്പിനെസ് അത് എന്റെ മാത്രമാണ്. അത് ഞാൻ തീരുമാനിക്കും എങ്ങനെ വേണം ഏതോടെ. ഞാനിപ്പോ എന്റെ ഫാമിലി പൂർണ്ണ ഹാപ്പിയാണ്. എനിക്ക് ഈ ഫാമിലി ഒരാളില്ലെങ്കിൽ പോലും ഇല്ല, അത് സഹിക്കാൻ പറ്റും. അത് നമുക്ക് തൊട്ടടുത്ത് ചായ കുടിക്കാം. അത് ഞാനായാലും ഈ പിള്ളേരായാലും മഷു ആയാലും. ഇന്നലെ അതിനു മുമ്പ് ഒരു വീഡിയോയിലുണ്ട് എബു ഞാൻ കേറാതിരുന്നപ്പോ കരഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുഹാന വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയാണ് എന്ന് സുഹാന നമ്മളോട് പറയുകയാണ്. സുഹാന ഹാപ്പിയാണ് കാരണം സുഹാനയാണ് ഈ ജീവിതത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന ഒരു സ്ത്രീയാണ് സുഹാന എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ ഇപ്പോൾ താങ്കളെ കൊണ്ടത് ബഷീർ ബഷി പറയുകയാണ്. കാരണം നിങ്ങളുടെ ബ്ലോഗ് കണ്ടപ്പോൾ നിങ്ങളുടെ വിഷമം നിങ്ങൾ പറഞ്ഞു തരേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അവർ ചെയ്തത് ചെറ്റത്തരം തന്നെയാണ്, വളരെ മോശകരമായ കാര്യമാണ്. പക്ഷേ അത് അവർക്കൊരു പേഴ്സണൽ ചോയ്സ് ആണ്. ബഷീർ ബഷി പറഞ്ഞ മാതിരി
എനിക്ക് ആരുടെയും അഭിപ്രായം അക്കാര്യത്തിൽ കേൾക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സൗകര്യമുള്ളിടത്ത് ചിലപ്പോൾ ഞാനൊരു ഭാര്യയെ കൊണ്ടുപോകും, ചിലപ്പോൾ 2 ഭാര്യയെ കൊണ്ടുപോകും. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് എന്ന് ബഷീർ ബഷി എന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്കൊന്നും യാതൊരു അഭിപ്രായം പറയാനില്ല. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞത് വീണ്ടും പറയുകയാണ്, ആ ഒരു കാര്യത്ത് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു നെയിം റീൽ ചെയ്യുന്ന സമയത്ത് എങ്കിലും തങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും തങ്ങളുടെ കുട്ടികളെയെങ്കിലും അതിൽ തീർച്ചയായിട്ടും അത് ബഷീറിൻ്റെ മക്കളാണ്. അവരും നിങ്ങളുടെ ബ്ലോഗിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും പങ്കാളികളാണ്. അതുകൊണ്ട് അവരെ ഉൾപ്പെടുത്താനുള്ള അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സുഹാന ബഷീർ ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരു വിഷമവും ഞങ്ങൾക്കില്ല, ഞങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത് വളരെ ഹാപ്പി ആയിട്ടാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഒരുപാട് വർഷങ്ങൾ ഇനി നിങ്ങളുടെ മരണം വരെ അത്രയും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ. അത് തന്നെയാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ആയിട്ട് ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന ഫാൾട്ടുകൾ തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനോ ഞങ്ങൾ മുന്നോട്ട് വരും. അത് നിങ്ങളുടെ ഒരു ഭീഷണി കൊണ്ടോ അല്ലെങ്കിൽ ഈ മഷൂറ ബഷി എന്ന് പറയുന്ന ആളെ പേടിച്ചിട്ടൊന്നും ആരും ചെയ്യാതിരിക്കുകയില്ല. അവരുടെ ഒരു ധാർഷ്ട്യം, അവരുടെ ഒരു വർത്തമാനം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി പോ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് മഷൂറയുടെ ഒരു കണ്ടന്റ്. പക്ഷേ സുഹാന കുറച്ചുകൂടി വളരെ ലൈറ്റായിട്ടാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ എന്താണ്, എനിക്കൊരു കണ്ടന്റ് പോലും എനിക്ക് നിങ്ങളോട് പറയാനൊന്നും കിട്ടുന്നില്ല എന്നാണ് സുഹാന പറയുന്നത്. കാരണം സുഹാനക്ക് അത്രേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി നമ്മുടെ ബഷീർ ബഷിക്ക് 2 ഭാര്യമാരെയും കൊണ്ട് മരണം വരെ ജീവിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വീണ്ടും നല്ല വീഡിയോയുമായി വരുന്നത് വരെ ബൈ.